നമസ്കാരം സുഹൃത്തുക്കളെ, റോണ്ട ബേൺ എഴുതിയ കൗണ്ട് ഓൺ ടു റിച്ചസ് 21 ഡേയ്സ് ഓഫ് വെൽത്ത് അട്രാക്റ്റിംഗ് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ മനസ്സിന്റെ ചിന്താഗതി മാറ്റിക്കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ സമൃദ്ധിയിലേക്ക് വളരാമെന്ന് 21 ദിവസത്തെ ലളിതമായ ശീലങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. നമുക്കതിലെ 9ാമത്തെ ദിവസത്തെ രസകരമായ ശീലത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ സംസാരിക്കാം. ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി പറയുക എന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു വിഷയത്തെയും, പ്രത്യേകിച്ച് പണത്തെക്കുറിച്ചുള്ള വീക്ഷണത്തെ മാറ്റിയെടുക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ളതും വേഗമേറിയതുമായ വഴിയാണ്. നിങ്ങളുടെ പക്കലുള്ള പണം എത്ര കുറവാണെങ്കിലും അതിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ ആ പണം പല മടങ്ങായി വർദ്ധിക്കുന്നു. മുൻപ് നിങ്ങൾക്ക് ലഭിച്ചതോ അല്ലെങ്കിൽ നിങ്ങൾക്കായി ആരെങ്കിലും ചെലവഴിച്ചതോ ആയ പണത്തോട് നന്ദിയുള്ളവരായിരിക്കുന്നതിലൂടെയും നിങ്ങളുടെ പണം ഇരട്ടിപ്പിക്കാൻ സാധിക്കും. നന്ദി എന്ന വികാരം അത് തൊടുന്നതിനെല്ലാം ഇരട്ടിപ്പിക്കുന്നു. എത്രത്തോളം ആഴത്തിൽ നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നുവോ അത്രത്തോളം കൂടുതൽ അതിന്റെ ഫലവും നിങ്ങൾക്ക് ലഭിക്കും. നന്ദിയുള്ളവരായിരിക്കുക എന്നതാണ് നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള ഏറ്റവും എളുപ്പമുള്ളതും വേഗമേറിയതുമായ വഴി. നമ്മുടെ ജീവിതത്തിൽ പണത്തിന്റെ കുറവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിലവിലും മുൻകാലങ്ങളിലുമായി എത്രത്തോളം പണവും സമൃദ്ധിയുമാണ് നമ്മെ ചുറ്റപ്പെട്ടിരുന്നതെന്ന് പലപ്പോഴും നാം കാണാതെ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ യഥാർത്ഥത്തിൽ ലഭിച്ചിട്ടുള്ള ഭീമമായ തുകയെക്കുറിച്ചാണ് ഇന്ന് നാം നോക്കാൻ പോകുന്നത്. മുൻകാലങ്ങളിലെ ഈ സമൃദ്ധിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങളുടെ ഇന്നത്തെ പണം വർദ്ധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ശാന്തമായിരുന്ന് നിങ്ങളുടെ പക്കൽ പണമോ സമ്പാദ്യമോ ഇല്ലാതിരുന്ന കുട്ടിക്കാലത്തെക്കുറിച്ച് കുറച്ചു സമയം ഓർത്തു നോക്കൂ. നിങ്ങളുടെ കുട്ടിക്കാലത്തെയും കൗമാരകാലത്തെയും ഓർമ്മകളിലൂടെ പുറകിലോട്ട് സഞ്ചരിക്കുമ്പോൾ എത്രയധികം കാര്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്നും എത്രത്തോളം സാമ്പത്തിക സമൃദ്ധി നിങ്ങൾ ഇതിനകം അനുഭവിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് മനസ്സിലാകും. നമുക്കൊന്ന് കഴിഞ്ഞ കാലത്തിലേക്ക് പോയാലോ? നിങ്ങൾക്കായി പണം ചെലവഴിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച പണത്തിന് തുല്യമായ 20 അവസരങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുക. നിങ്ങൾക്ക് എപ്പോഴും കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടുണ്ടായിരുന്നോ? വർഷങ്ങളോളം നിങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചിരുന്നോ? സ്കൂൾ പുസ്തകങ്ങൾ, ഉച്ചഭക്ഷണം, പഠനത്തിനാവശ്യമായ മറ്റു സാധനങ്ങൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് ലഭിച്ചിരുന്നോ? നിങ്ങൾ എപ്പോഴെങ്കിലും വിനോദയാത്രകൾ പോയിട്ടുണ്ടോ? ജന്മദിനങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും ആവേശകരമായ സമ്മാനങ്ങൾ ഏതൊക്കെയായിരുന്നു? നിങ്ങൾക്ക് സൈക്കിളോ കളിപ്പാട്ടങ്ങളോ വളർത്തുമൃഗങ്ങളോ ഉണ്ടായിരുന്നോ? ഓരോ പ്രായത്തിനനുസരിച്ച് അതിവേഗം വളരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് വസ്ത്രങ്ങൾ ലഭിച്ചിരുന്നോ? നിങ്ങൾ സിനിമകൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നോ? കായിക വിനോദങ്ങളിൽ ഏർപ്പെടുകയോ സംഗീതോപകരണങ്ങൾ പഠിക്കുകയോ മറ്റു വിനോദങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അസുഖം വന്നപ്പോൾ നിങ്ങൾ ഡോക്ടറെ കാണുകയും മരുന്ന് കഴിക്കുകയും ചെയ്തിരുന്നോ? ടൂത്ത് ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, സോപ്പ്, ഷാംപൂ പോലെ നിങ്ങൾ ദിവസവും ഉപയോഗിക്കുന്ന അവശ്യ വസ്തുക്കൾ അന്ന് നിങ്ങൾക്കുണ്ടായിരുന്നോ? നിങ്ങൾ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് ടെലിവിഷൻ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഫോൺ വിളിക്കുകയോ വെളിച്ചം, വൈദ്യുതി, വെള്ളം എന്നിവ ഉപയോഗിക്കുകയോ ചെയ്തിരുന്നോ? ഇവയ്ക്കെല്ലാം പണം ചെലവാകുന്നുണ്ട്. എന്നാൽ അവയെല്ലാം അന്ന് നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായാണ്. നിങ്ങളുടെ ബാല്യകാലത്തിലെയും യൗവനത്തിലെയും ഓർമ്മകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ എത്രമാത്രം വലിയ തുകയുടെ ആനുകൂല്യങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിയും. ആ ഓരോ നിമിഷത്തോടും ഓർമ്മയോടും പൂർണ്ണ മനസ്സോടെ നന്ദിയുള്ളവരായിരിക്കുക. കാരണം മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച പണത്തോടും സൗകര്യങ്ങളോടും ഹൃദയപൂർവമായ നന്ദി അനുഭവിക്കാൻ കഴിയുമ്പോൾ നിങ്ങളുടെ പണം ഇപ്പോഴും ഭാവിയിലും അത്ഭുതകരമായ രീതിയിൽ വർദ്ധിക്കും. ഇനി ഈ പറഞ്ഞതിൽ പല കാര്യങ്ങളും നിങ്ങളിൽ പലർക്കും ലഭിച്ചിട്ടില്ലായിരിക്കും. അതിൽ വിഷമിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിൽ നന്ദിയുള്ളവരായിരുന്നാൽ മതി. ഈ പരിശീലനം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയം ആർദ്രമാകുന്നതായും ഒരുപക്ഷെ കണ്ണുകൾ നിറയുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടാം. അപ്പോഴാണ് നിങ്ങളുടെ ആഴത്തിലുള്ള നന്ദിയിലൂടെ നിങ്ങൾ വലിയൊരു നിധി തന്നെ കണ്ടെത്തിയെന്ന് തിരിച്ചറിയുന്നത്. ഇന്നു മുതൽ ജോലി ചെയ്യുന്നതിനുള്ള ശമ്പളമാകട്ടെ, എന്തെങ്കിലും റീഫണ്ടോ ഡിസ്കൗണ്ടോ ആകട്ടെ,
അല്ലെങ്കിൽ പണച്ചെലവുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മറ്റാരെങ്കിലും നിങ്ങൾക്ക് തരുന്നതാകട്ടെ, ഏത് വഴിക്ക് പണം ലഭിച്ചാലും അതിനോട് പൂർണ്ണമായി നന്ദിയുള്ളവരായിരിക്കുമെന്ന് ഉറച്ച തീരുമാനമെടുക്കുക. ലഭിച്ച പണത്തിന് നന്ദി പറയുന്നതിലൂടെ നന്ദിയുടെ ശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ സമ്പത്ത് ഇനിയും കൂട്ടാനും ഇരട്ടിപ്പിക്കാനുമുള്ള അവസരമാണ് ഓരോ നിമിഷവും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി നമുക്കൊരു പരിശീലനം നടത്തിയാലോ? അതിനായി നിങ്ങളുടെ കയ്യിലുള്ള ഒരു കറൻസി നോട്ട് എടുക്കുക, അതിൽ ഒരു പോസ്റ്റ് ഇറ്റ് ഒട്ടിക്കുക. എന്നിട്ട് അതിൽ ഇങ്ങനെ എഴുതൂ: എൻ്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് ലഭിച്ച എല്ലാ പണത്തിനും നന്ദി. നിങ്ങളുടെ ഈ കറൻസി നോട്ട് ഇന്ന് നിങ്ങളോടൊപ്പം തന്നെ കരുതുക. അത് നിങ്ങളുടെ പേഴ്സിലോ പോക്കറ്റിലോ വയ്ക്കുക. രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഈ കറൻസി നോട്ട് പുറത്തെടുത്ത് കൈകളിൽ പിടിക്കുക. നിങ്ങൾ എഴുതിയ വാക്കുകൾ വായിക്കുക. എത്ര തവണ വേണമെങ്കിലും വായിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച പണത്തിന്റെ സമൃദ്ധിക്ക് ആത്മാർത്ഥമായി നന്ദിയുള്ളവരായിരിക്കുക. ഇതിനെ മാജിക് കറൻസി എന്ന് വിളിക്കാം. കാരണം നന്ദിയേക്കാൾ വേഗത്തിൽ മാന്ത്രികമായി പണം മാനിഫെസ്റ്റ് ചെയ്യാൻ വേറൊന്നിനും കഴിയില്ല. നിങ്ങൾ എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നുവോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ പണം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് കാണാം.